രാജ്യത്ത് മാധ്യമ പ്രവർത്തനം വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പലസ്തീനോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യവും ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രകാശിപ്പിച്ചു. രാജ്യത്തെ ഭൂരിഭാഗം മാധ്യമങ്ങളുടെ നിയന്ത്രണം കുത്തക മുതലാളിമാരുടെ കയ്യിലാണെന്നും കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കുന്ന നിലപാടാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരിനുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണകൂടത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങളെ കയ്യൂക്കിന്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണിന്ന്. മാധ്യമരംഗമാകെ വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാലമാണിത്. ഭരണ സംവിധാനത്തിനെതിരെ ഉയരുന്ന എതിർപ്പിന്റെയും വിമർശനങ്ങളുടെയും സ്വരങ്ങളെ കയ്യൂക്കിന്റെ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണിന്ന് കാണാൻ നമുക്ക് കഴിയുക. ശിക്കുന്നതും തിരുത്താൻ ശ്രമിക്കുന്നതും രാജ്യദ്രോഹമാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തുന്നത് കടുത്ത വംശഹത്യയെന്ന് മുഖ്യമന്ത്രി. പാലസ്തീനോടുള്ള കേരളത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫെസ്റ്റിവലിലെ ഡെലിഗേറ്റുകൾ ഒപ്പിട്ട ഐക്യദാർഢ്യ രേഖ മുഖ്യമന്ത്രി ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷേഷിന് കൈമാറി. കേരള മീഡിയ അക്കാദമിയുടെ 2024 മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിന ഫാസോയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തക മറിയം ഓഡ്രാഗോയ്ക്ക് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹരായ കരൺ താപ്പറിനും രാജ്ദീപ് സർദേശായിക്കുമുള്ള പുരസ്കാരങ്ങളും മുഖ്യമന്ത്രി സമ്മാനിച്ചു. തിരുവനന്തപുരം ടാഗോർ തിയേറ്റർ ക്യാമ്പസിൽ വ്യാഴാഴ്ച വരെയാണ് അന്താരാഷ്ട്ര മാധ്യമോത്സവം നടക്കുക. സർക്കാരിന്റെ വിവരവിനിമയവും ഗവേഷണ പ്രവർത്തനങ്ങളും കൂടുതൽ ഏകോപിതവും ഫലപ്രദവുമാക്കി ജനകീയവൽക്കരിക്കുന്നതിന് ടാഗോർ ക്യാമ്പസിൽ സജ്ജമാക്കിയ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഹബ്ബും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.